we have a good new director in town. ഈ ക്ലാസ് പുള്ളി സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വരും കാലത്ത് മലയാളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡയറക്ടർ ആയിരിക്കും ഇദ്ദേഹം. പിന്നെ ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് സോ പവർഫുൾ. രാഹുൽ രാജ് ഇസ് ബൈ ഫാർ ദ ബെസ്റ്റ് കമ്പോസർ വി ഹാവ് ഹിയർ എന്ന് പറഞ്ഞാൽ ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻ ദ കൺട്രി. അപ്പോൾ മ്യൂസിക്കും ഈ സിനിമയിൽ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം സ്കോറും യൂസ് ചെയ്തിട്ടുള്ളൂ. ഇറ്റ്സ് എൻ എക്സലൻറ്റ് ഫിലിം, എക്സലൻറ്റ് എക്സ്പീരിയൻസ്. ഒരുപാട് സട്ടിലിറ്റീസിനെ ഡീറ്റെയിൽ ചെയ്തൊരു പടമാണ്. നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഓൾ ഗുഡ്. താങ്ക് യു. എല്ലാവരും നന്നായിട്ടുണ്ട്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ സിനിമയിൽ. ഇറ്റ്സ് എ ഡ്രാമ ഫിലിം. സോ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഈച്ച് ക്യാരക്ടേഴ്സ് ഹാവിങ് എ ലോട്ട് ഓഫ് ഡീറ്റെയിലിംഗ്. അപ്പോൾ ജോയിച്ചേട്ടനായാലും LNCR ആണെങ്കിലും എല്ലാവരും വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ മ്യൂസിക്, എക്സ്ട്രാordinary ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ വളരെ ടാലൻ്റായ ഒരു ഡയറക്ടറാണ്. താങ്ക് യു. ഇതെന്താ നാരായണീൻ്റെ മൂന്നാൺമക്കൾ ഞാൻ ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ളൂ. ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വയലൻസ് ഉള്ള മൂവീസ് ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ കോമഡി, റൊമാൻസ് എല്ലാം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവി ഇറങ്ങുന്നത് കുറച്ച് കാലമായിട്ട് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമ വരുമ്പോൾ എല്ലാവരും അത് പോയി കാണാം. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാമിലി നടക്കുന്ന ചിലപ്പോൾ ഇപ്പോൾ പുതിയ ജനറേഷന് ചിലപ്പോൾ മനസ്സിലാവില്ല. അത് ഈ സിനിമയിലെല്ലാം കാണിക്കുന്നുണ്ട്. പലർക്കും ആ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാത്തത് ഇതിലെ ക്യാരക്ടറിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു അച്ഛൻ്റെ അനിയൻ്റെ മകളെ നമുക്ക് റിലേഷൻ ആവുക പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, കഥ പറയുന്നതല്ല. അതായത് അങ്ങനത്തെ ഒരു റിലേഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോൾ കാലത്ത് നടക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ അപ്പോൾ അങ്ങനത്തെ കുറേ കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങൾ കാണിക്കണം. മ്യൂസിക്, അതുപോലെ തന്നെ മ്യൂസിക്, നല്ല സോങ്സ് ഇതിൽ കേൾക്കാൻ പറ്റി. നല്ല മ്യൂസിക്കാണ്. രാഹുൽ രാജ് സാറിൻ്റെ മ്യൂസിക് നല്ലതായിരുന്നു. ഓവറോൾ എന്തായാലും നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഇങ്ങനത്തെ നല്ല സിനിമകൾ എല്ലാവരും വിജയിക്കും. ഐ എം ഹാപ്പി. ശരൺ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആകാൻ കഴിഞ്ഞു എന്ന് വളരെ സന്തോഷമുണ്ട്. അതെ, വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അതിൻ്റെ പ്രത്യേകിച്ച് മ്യൂസിക് ഈ സിനിമയോട് ഭയങ്കര ജസ്റ്റിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് അതിൻ്റെ മ്യൂസിക് ആ സീൻസിനോട് ചേർന്ന് പോകുന്നത്. സോ അത് കാണുന്ന അതേപോലെ തന്നെ ഒരു ഫീൽ ഗുഡാണ് ടു ലിസൺ ടു ദിസ് മൂവി. സോ താങ്ക് യു. സോറി, പുതിയ വിശേഷം ഇപ്പോൾ ഞാൻ നാളെ ഒരു പ്ലേയുമായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. ഐ എം എ തിയേറ്റർ ആർട്ടിസ്റ്റ്. സോ അതുകൊണ്ട് നാളെ go to Delhi with my performance. Okay. Very nice. Well made story. ഭയങ്കര ഫീൽ ഗുഡ് ആണ്. Yeah, it's very nice. ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. യെസ്, ഫാമിലി ഓഡിയൻസിന് എന്തായാലും കാണാം. സൂപ്പർ. ജോബി ജോർജിൻ്റെ പടമാണ്. അയാളുടെ നായകന് സുരാജ് വെഞ്ഞാറമൂടും നന്നായിട്ട് അഭിനയിച്ചു. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. ഫാമിലി കണ്ടിരിക്കാൻ നല്ല എൻ്റർടൈനിങ് മൂവിയാണ്. ആർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഷോ ആണ്. സൂപ്പർ, അടിപൊളി പടം. ഭയങ്കര വേറെ ലെവലായിരുന്നു. അത് പൊളിച്ചിട്ടുണ്ട് എല്ലാം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി പടം. ഇമോഷണൽ പാർട്സ് എല്ലാം വർക്കാവും. ഒന്നും മറക്കാവാത്തതില്ല. അടിപൊളിയായിരുന്നു. ഹാപ്പിയാണ്. ഇമോഷണൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല, എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ ഒരു ഫ്ലോ, ഒരു പുഴ പോലെ. നമ്മളിപ്പോൾ വേറൊരു മൂഡിൽ നിൽക്കുകയല്ലേ, ഭയങ്കര പണി അല്ലെങ്കിൽ മാർക്കോ പോലത്തെ കുറേ ബ്ലഡൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് മാറാറായിട്ടുണ്ട്. എല്ലാ ട്രാക്കും ഇങ്ങനെ മാറി മാറി വരുമല്ലോ. അപ്പോൾ വേറൊരു ട്രാക്കാണ് ഇതെന്തായാലും. ന്യൂ ജനറേഷൻ, പുതിയ ആളുകൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും. ഒന്നുമില്ല, ഇത്രയും നാളായിട്ടുള്ളൊരു സ്വപ്നം ഇന്നിപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒന്നുകൂടെ കാണുന്നത് കഴിഞ്ഞ് പടം. ഇപ്പോൾ ഞാൻ കണ്ടത് മൊത്തം ഇങ്ങനെ എന്താ പറയുക, എനിക്ക് ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചതേ ഞാനിങ്ങനെ കണ്ട് പോവായിരുന്നു. അപ്പം ഒന്നുകൂടെ കാണണം പറഞ്ഞ പോലെ. എക്സൈറ്റ്മെൻറ്റിൽ ഞാനത് പറയാൻ കിട്ടുന്നില്ല വലുതായിട്ട്.
കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിനിമ എനിക്ക് അതിലൂടെ തിരിച്ചു വരാൻ പറ്റി എന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ പടം കണ്ടില്ലേ അല്ലേ? അപ്പം ഒരുപാട് സന്തോഷം, ഞാൻ മനസ്സ് നിറഞ്ഞു നിൽക്കാമെന്ന് തോന്നുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. നല്ല മൂവിയായിരുന്നു. അതെ, കണ്ടിറങ്ങിയതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് എന്തായാലും. ഇപ്പൊ ഇറങ്ങുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണല്ലോ, അതിന്റെ ഹാപ്പിനെസ് ഉണ്ട് എന്തായാലും. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. ഒരു ട്രഡീഷണൽ ഫിലിം, ഒരു ചേട്ടൻ. വയലൻസ് ഒന്നും ഇതിൽ അങ്ങനെ തോന്നണല്ലോ. ഇതാണ് വയലൻസിന്റെ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ സാധാരണ വീടുകളിലൊക്കെ നടക്കണ പോലെ ഒരു സിനിമ. എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു, നല്ല ഫിലിമാണ്. നമുക്ക് പറഞ്ഞ മൂവി കണ്ടിറങ്ങുമ്പോൾ നല്ലൊരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെ ചരണാണെങ്കിലും ഡയറക്ഷൻ സൂപ്പറായിട്ടുണ്ട്, സോങ്സ് ഒക്കെ ഉള്ളത് അതും ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണട്ടെ. എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് ടു താങ്ക് ശരൺ ഫോർ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം ഇതൊരു കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അത് അതേപോലെ എടുത്തിട്ടുണ്ട്, വേറെ എഴച്ചുകെട്ടിയൊന്നും വെച്ചിട്ടില്ല. അപ്പം വന്ന് കാണൂ, കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയൂ. എനിക്ക് ഐ ആം സോ ഹാപ്പി. ഫിലിമാണ്. എന്താ പറയുക, ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് വരേണ്ട ഒരു ഫിലിമല്ല ഇത്. ഒരുപാട് സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ കോമഡിയോ മാസ് അങ്ങനത്തെ ഒരു പടമല്ല ഇത്. നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റുന്ന 3 ആക്ടേഴ്സ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട് നല്ലൊരു സിനിമ. ഒരു 1 മണിക്കൂർ 50 മിനിറ്റ് തിയേറ്ററിൽ കണ്ടിറങ്ങി. ഒരുപാട് കണ്ടിറങ്ങിയിട്ടൊന്നുമല്ല, എന്നാലും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ്, പക്ഷേ അത് ട്രീറ്റ് ചെയ്ത രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരുപാട് വൾഗറാക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഒരു പണിഷ്മെൻറ്റ്, റിലേഷൻഷിപ്പ് പല വിധങ്ങളിലാണ്. എങ്ങനത്തെ ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്, എങ്ങനെ ടൈപ്പ് ആളുകൾ ഡീൽ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഈ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. നല്ലൊരു പെർഫോമൻസ് ഉള്ള നല്ല പടം. തിയേറ്ററിൽ കുടുംബ പ്രേക്ഷകർ കാണാൻ ശ്രമിക്കുക, അതാണ് പറയുന്നത്.